ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും പുതിയ സിനിമയായ മാർക്കോ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ഒരു വലിയ ഫാക്ടറി കാണിച്ചുകൊണ്ടാണ്. പുറമേ നിന്ന് കാണുന്നതിന് അത് ഫാക്ടറി ആണെങ്കിലും അതിനകത്ത് നടന്നിരുന്നത് കള്ളുകുടിയും ചീട്ടുകളിയും ഒക്കെ ആയിരുന്നു. ഒരു ടൗണിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ആ ഫാക്ടറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അത്രയധികം പേർ ആ ഫാക്ടറിയിൽ വരാൻ കാരണം എന്തെന്നല്ലേ? ആ ഫാക്ടറിയിൽ മെയിൻ ആയിട്ട് നടന്നിരുന്നത് ബോക്സിംഗും അതിനോടനുബന്ധിച്ചുള്ള ബെറ്റിംഗുമായിരുന്നു. ആ ബോക്സിംഗ് കാണുന്നതിനും ബെറ്റിംഗ് നടത്തുന്നതിനുമായാണ് അത്രയും പേർ അവിടെ വന്നിരുന്നത്. ആ ബോക്സിംഗ് കാണുന്നതിന് വിക്ടർ എന്ന ഒരു അന്ധനും വന്നിട്ടുണ്ടായിരുന്നു. വിക്ടറും ബെറ്റിംഗ് നടത്തുന്നതിനു വേണ്ടിയാണ് വന്നിരുന്നത്. കണ്ണു കാണാത്ത വിക്ടർ എങ്ങനെയാണ് ബോക്സിംഗ് കാണുന്നത് എന്നല്ലേ? വിക്ടറിന്റെ കൂടെ വിക്ടറിന്റെ ഒരു കൂട്ടുകാരൻ വസീമും വന്നിട്ടുണ്ടായിരുന്നു. ആ വസീം വിക്ടറിന് ആ ബോക്സിംഗിന്റെ കമന്ററി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ബോക്സിംഗ് എല്ലാം കഴിഞ്ഞതിനു ശേഷം വിക്ടറും വസീമും തങ്ങളുടെ വീടുകളിലേക്ക് റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വസീമിന് തന്റെ ഇക്ക താരിഖിന്റെ കോള് വരുന്നത്. താരിഖ് വസീമിനോട് പറഞ്ഞു, ആ വസീമെ, ഞാൻ എത്ര നേരമായിട്ടാണ് നിന്നെ വിളിക്കുന്നത്? നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇതൊരു നല്ല കച്ചവടമാണ് ഇക്ക. ആ കച്ചവടം നമുക്ക് വേണ്ട ഇക്ക. അവർ ഫാർമസിയുടെ മറവിൽ മയക്കുമരുന്നുണ്ടാക്കാനുള്ള പരിപാടിയാണ്. പടച്ചോന് നിൽക്കാത്ത കച്ചവടമാണ് ഇക്ക അത് എന്നും പറഞ്ഞ് വസീം ഫോൺ കട്ട് ചെയ്തു. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വിക്ടർ വസീമിനോട് ചോദിച്ചു, എടാ ഇക്കയുമായിട്ട് എന്താണ് പ്രശ്നം? അതിനു വസീം, അതൊന്നുമില്ല, ഇക്കയ്ക്ക് എന്തൊക്കെയോ ഫണ്ടിങ്ങിന്റെ ഇഷ്യൂ ഉണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി പുള്ളി എന്തൊക്കെയോ വേണ്ടാത്ത പരിപാടി ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എന്റെ പേരിൽ ലൈസൻസ് ഉള്ള ആ ഫാർമസി അവർക്ക് വേണമെന്നും പറഞ്ഞാണ് ഫോൺ ചെയ്തത്. അങ്ങനെ സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വിക്ടർ ഒരു വണ്ടിയിൽ തട്ടി നിൽക്കുന്നു. അപ്പോഴാണ് വിക്ടറിന് വസീം തന്റെ കൂടെ ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. വിക്ടർ ആ വണ്ടിയിൽ പിടിച്ചു നോക്കി അതൊരു ഡിഫൻഡർ ആണെന്ന് മനസ്സിലാക്കുന്നു. വസീം കൂടെയില്ലെന്ന് മനസ്സിലാക്കിയ വിക്ടർ വസീം എന്നും വിളിച്ചുകൊണ്ട് തിരികെ ഒരു 2-3 സ്റ്റെപ്പ് വെച്ചതും വസീമിന്റെ ദേഹത്ത് തട്ടി താഴേക്ക് വീഴുന്നു. തൊട്ടു നോക്കുമ്പോൾ അതാ വസീം ചോരയിൽ കുളിച്ചു നിൽക്കുന്നു. അതായത് 4-5 പേർ ചേർന്ന് വസീമിനെ കുത്തി കൊലപ്പെടുത്തിയിരുന്നു. വസീമിനെ കൊലപ്പെടുത്തിയത് റസൽ എന്നയാളും കൂട്ടുകാരും ചേർന്നായിരുന്നു. അങ്ങനെ സീൻ കട്ടായി അവിടേക്ക് CI ഇബ്രാഹിമും പോലീസുകാരും വരുന്നതായി കാണിക്കുന്നു. വിക്ടർ പോലീസുകാരോട് പറഞ്ഞു, സാർ, അവർ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നത് വളരെ കൂളായിട്ടാണ്. അവരുടെ നടത്തത്തിൽ യാതൊരു പതർച്ചയും ഇല്ലായിരുന്നു. അതായത് മർഡർ ചെയ്യുന്നത് അവർക്ക് ചെറിയൊരു കാര്യമാണ്. പിന്നെ അവർ വന്നത് ഒരു ഡിഫൻഡറിലാണ്. അതിന് പോലീസുകാരൻ, അത് നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. അതിന് വിക്ടർ, ഞാൻ പോയി തട്ടി നിന്നത് ആ വണ്ടിയിലാണ്. ആ വണ്ടിയിൽ തൊട്ടു നോക്കിയപ്പോൾ എനിക്ക് ആ വണ്ടി ഡിഫൻഡർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ അന്വേഷണത്തിന്റെ ഭാഗമായി CI ഇബ്രാഹിമും പോലീസുകാരും വസീമിന്റെ ചേട്ടൻ താരിഖിന്റെ അടുത്ത് വന്നതായി കാണിക്കുന്നു. താരിഖ് പോലീസുകാരോട് പറഞ്ഞു, എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധം അവൻ വളരെയധികം മാറിപ്പോയിരുന്നു. മോശം കൂട്ടുകെട്ടുകൾ അവൻ ഒരുപാടുണ്ടായിരുന്നു. ഓൺലൈൻ ഗെയിമിംഗ്, ബെറ്റിംഗ്, അങ്ങനെ കാശ് ഒരുപാട് അവൻ കളഞ്ഞിട്ടുണ്ട്. അതിന് CI വസീമിന്റെ അവസാനത്തെ കോൾ താരിഖിനായിരുന്നു അല്ലേ? അന്ന് എന്തായിരുന്നു അവൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. അതിന് താരിഖും അതും ഇതുപോലെ തന്നെ കാശും ചോദിച്ചുള്ള വിളിയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സീൻ കട്ടായി താരിഖിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുന്നതായി കാണിക്കുന്നു. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനായി ധാരാളം പേർ വന്നിട്ടുണ്ടായിരുന്നു, ഒപ്പം നമ്മുടെ വിക്ടറും. അപ്പോഴാണ് അവിടേക്കൊരു ഡിഫൻഡർ വരുന്നതിന്റെ ശബ്ദം വിക്ടർ ശ്രദ്ധിക്കുന്നത്. വിക്ടർ വിചാരിച്ചതുപോലെ തന്നെ ആ ഡിഫൻഡറിൽ വന്നത് വസീമിനെ കൊലപ്പെടുത്തിയ റസലും കൂട്ടുകാരും തന്നെയായിരുന്നു. റസൽ വന്നത് വസീമിന്റെ ചേട്ടൻ താരിഖിനെ കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോഴാണ് വിക്ടറിന് അന്ന് വസീമിന്റെ കൊലപാതകം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന അതേ പെർഫ്യൂമിന്റെ മണം ഇപ്പോഴും കിട്ടുന്നത്. അതിനാൽ തന്നെ വിക്ടറിന് ആ വന്നയാൾക്ക് വസീമിന്റെ കൊലപാതകവുമായി എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലായി അവിടെ നിന്നും പോകാനായി ഇറങ്ങുന്നു. എന്നിട്ട് തന്റെ ഗേൾഫ്രണ്ട് ഇഷയെ ഫോൺ ചെയ്ത്, ഇഷ, എനിക്ക് നിന്നെ പെട്ടെന്ന് കാണണം, ഞാനിവിടെ വസീമിന്റെ വീട്ടിലുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം റസൽ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനാൽ റസൽ വിക്ടറിനെ അവിടെ നിന്നും തന്റെ വണ്ടിയിൽ കടത്തിക്കൊണ്ടു പോകുന്നു. റസൽ വിക്ടറിനെയും കൊണ്ട് നേരെ പോയത് ടോണീസ് കെമിക്കൽസ് എന്ന ഒരു ഫാക്ടറിക്കുള്ളിലേക്കായിരുന്നു. അവിടെ എത്തിയ റസൽ വിക്ടറിനോട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ വസീം എന്റെ ബിസിനസ്സിൽ ഒരു കരടായി വന്നപ്പോഴാണ് അവന്റെ ഇക്ക, അതായത് എന്റെ പാർട്ട്ണർ താരിഖ് എന്നോട് പറഞ്ഞത് വസീമിനെ കൊന്നു കളഞ്ഞേക്കാൻ. എന്നാൽ നിന്നെ അന്ന് വെറുതെ വിട്ടത് നീ ഒരു കുരുടനായതുകൊണ്ടായിരുന്നു. എന്നിട്ടും
നീ എന്നെ കണ്ടെത്തി, അതിനാൽ എനിക്കിനി വേറെ വഴിയില്ല എന്നും പറഞ്ഞ് വിക്ടറിനെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ആസിഡിനകത്തേക്ക് ഇടുന്നു. അങ്ങനെ വിക്ടറിന്റെ ശരീരം ആ ആസിഡിൽ കിടന്ന് ഉരുകി ഉരുകി ഒരു ചെറിയ മാംസപിണ്ഡം മാത്രമായി അവശേഷിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി റസലിന്റെ അച്ഛൻ ടോണി ഐസക്കിനെ കാണിക്കുന്നു. ടോണി ഐസക് ഒരു ഗോൾഡ് സ്മഗ്ലർ ആയിരുന്നു. അങ്ങനെ റസലും കൂട്ടുകാരും അച്ഛൻ ടോണിയുടെ അടുത്തെത്തി. ടോണി അവരോട് പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരെയായി കൊന്നൊടുക്കാനായി ഇത് എലിയും പൂച്ചയും ഒന്നുമല്ല. ആദ്യത്തെ കൊലപാതകം ഒരു കണ്ണുപൊട്ടനാണ് കണ്ടുപിടിച്ചത്. അതിനാൽ ഇത്തവണത്തെ ബോഡിയിൽ ഒരു ചെറിയ ട്രേസ് പോലും ബാക്കി വെച്ചേക്കരുത്. അതിനവർ ആ ബോഡി ഞങ്ങൾ ആസിഡിൽ ഉരുക്കിയിട്ട് മിച്ചമുണ്ടായിരുന്നതാണ് ആറ്റിലേക്ക് എറിഞ്ഞത്. അവന് ജന്മം കൊടുത്തവർക്ക് പോലും അവനെ ഇനി തിരിച്ചറിയാൻ കഴിയില്ല. അതിന് ടോണി റസലിനോട് പറഞ്ഞു, ഇതൊരിക്കലും നിന്റെ സഹോദരൻ സൈറസ് അറിയാൻ പാടില്ല. നിനക്ക് എന്ത് പ്രശ്നമുണ്ടായാലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ റസലും കൂട്ടുകാരും ചേർന്ന് ആസിഡിൽ മുക്കിക്കൊന്ന വിക്ടറിന്റെ ബാക്കി വന്ന ശരീരം ഉപേക്ഷിച്ചത് പോലീസുകാർ കണ്ടെടുക്കുന്നതായി കാണിക്കുന്നു. ആ കിട്ടിയ ശരീരഭാഗത്തു നിന്നും അതൊരു 20-25 വയസ്സ് പ്രായമുള്ള പുരുഷന്റെ ശരീരമാണെന്ന് മാത്രമേ അവർക്ക് കണ്ടെത്താനായുള്ളൂ. അതാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള പോലീസിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിക്ടറിന്റെ കാമുകി ഇഷ വിക്ടറിനെ കാണാനില്ല എന്ന പരാതിയുമായി വരുന്നത്. CI ഇബ്രാഹിമിന് ഓൾറെഡി നമ്മുടെ വിക്ടറിനെ അറിയാമായിരുന്നു. എങ്ങനെയെന്നാൽ വസീമിന്റെ കേസ് അന്വേഷണത്തിന്റെ സാക്ഷി നമ്മുടെ വിക്ടർ ആയിരുന്നല്ലോ. പോലീസുകാർക്ക് കിട്ടിയ ആ ബോഡിയുടെ ഭാഗം വിക്ടറിന്റെ തന്നെയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനായി വിക്ടറിന്റെ ചേട്ടൻ അഡാട്ട് ജോർജിന്റെ DNA-യുമായി മാച്ച് ചെയ്തു നോക്കുന്നു. അങ്ങനെ മരിച്ചത് വിക്ടർ തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സീൻ കട്ടായി വിക്ടറിന്റെ വീട് കാണിക്കുന്നു. വിക്ടറിന്റെ വീട്ടിൽ അവർ ചേട്ടനനിയന്മാർ 4 പേരാണുള്ളത്. പറയുമ്പോൾ 4 ഉണ്ടെങ്കിലും ശരിക്കും 3 പേരാണ് കണക്കിലുള്ളത്. അതായത് മൂത്ത ചേട്ടൻ അഡാട്ട് ജോർജ്, പിന്നീട് ആൻസി എന്ന പെങ്ങൾ, ഏറ്റവും ലാസ്റ്റ് വിക്ടറും. പിന്നെ 4 പേർ എങ്ങനെയായി എന്നല്ലേ? അതായത് ഇവരുടെ എല്ലാം അച്ഛനായ അഡാട്ട് പീറ്റർ ദത്തെടുത്ത ഒരു സന്തതി കൂടിയുണ്ട്. അതാണ് നമ്മുടെ ഈ സിനിമയിലെ നായകൻ മാർക്കോ. ചേട്ടൻ ജോർജിനും അനിയൻ വിക്ടറിനും മാത്രമേ മാർക്കോയെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടിരുന്നുള്ളൂ. പെങ്ങൾ ആൻസിയും മറ്റു കുടുംബക്കാരുമെല്ലാം അഡാട്ട് പീറ്ററിന്റെ ഒരു ജാരപുത്രനായിട്ടാണ് കണ്ടിരുന്നത്. എങ്കിലും ജോർജും വിക്ടറും മാർക്കോയെ എവിടെയും വിട്ടുകൊടുത്തിരുന്നില്ല. ജോർജും വിക്ടറും തന്നെ അത്രയധികം സ്നേഹിച്ചിരുന്നതിനാൽ തന്നെ മാർക്കോയ്ക്ക് എന്തിനേക്കാളും വലുത് ആ കുടുംബമായിരുന്നു. ആ കുടുംബത്തിന് വേണ്ടി മാർക്കോ നടത്തിയ വീരസാഹസങ്ങൾ കാരണം പോലീസ് സ്റ്റേഷനിൽ ധാരാളം കേസുകൾ മാർക്കോയ്ക്കുണ്ടായിരുന്നു. അതിനാൽ ജോർജ് മാർക്കോയെ നല്ല നടപ്പിനായി എൻഗേജ്മെന്റ് എല്ലാം നടത്തി ഇറ്റലിയിലേക്ക് അയച്ചിരിക്കുകയായിരുന്നു. മാർക്കോയുടെ ചേട്ടൻ ജോർജും ഒരു ഗോൾഡ് സ്മഗ്ലർ ആയിരുന്നു. മാത്രവുമല്ല ഗോൾഡ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിന്റെ ഒരു ഹെഡ് കൂടിയാണ് ജോർജ്. വിക്ടറിന്റെ മരണത്തിൽ പങ്കെടുക്കാൻ ധാരാളം പേർ അവിടെ എത്തിയിരുന്നു. എല്ലാവരും എത്തിയാൽ അടുത്തത് വരേണ്ടത് നമ്മുടെ ഈ സിനിമയിലെ നായകൻ മാർക്കോ ആണല്ലോ. നായകനായതുകൊണ്ട് തന്നെ ചുമ്മാ അങ്ങ് കേറി വരാൻ പറ്റില്ലല്ലോ, ഒരു ഇൻട്രോയൊക്കെ വേണ്ടേ? ഈ സിനിമയിൽ നമ്മുടെ നായകൻ മാർക്കോയ്ക്ക് ഇൻട്രോ ഡയലോഗ് പറയുന്നത് ആ അഡാട്ട് തറവാട്ടിലെ കുട്ടിപ്പട്ടാളങ്ങളായിരുന്നു. ആ തറവാട്ടിൽ ധാരാളം കുട്ടിപ്പട്ടാളങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ആരുടെയൊക്കെയാണെന്ന് ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങൾ മാർക്കോയെ കുറിച്ച് പുകഴ്ത്തി പറയാൻ തുടങ്ങി. മാർക്കോ ഒരു ഹീറോയാണ്. അല്ലല്ല, മാർക്കോ ഒരു സൂപ്പർ ഹീറോയാണ്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെന്ത് സംഭവിച്ചാലും ചോദിക്കാൻ ഒരാൾ വരും. അതാണ് നമ്മുടെ മാർക്കോച്ചൻ. അപ്പോൾ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കാണിക്കുന്നു, മാർക്കോയുടെ ചേട്ടൻ ജോർജിന് ആ ഏരിയയിലെ ഒരു ലോക്കൽ റൗഡിയായ ജോണിയുടെ കോൾ വരുന്നു. ജോണി ജോർജിനോട് പറഞ്ഞു, അച്ചായ, ഞാൻ ജോണിയാണ്. എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. ഒരു പണ്ടം പണയം വെച്ച് കുറച്ച് പൈസ വാങ്ങാമെന്ന് വിചാരിച്ചു. പണ്ടം എന്താണെന്നല്ലേ? നിന്റെ അനിയനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിന്റെ പുന്നാരി അനിയൻ എന്റെ പട്ടിക്കൂട്ടിലാണുള്ളത്. അവനെ വേണമെങ്കിൽ 916ന്റെ 4 കിലോ ബിസ്ക്കറ്റ് അടിച്ച് എന്റെ കയ്യിൽ കൊണ്ടു തരണം. അങ്ങനെ വന്നില്ലെങ്കിൽ എന്റെ പട്ടികൾക്ക് ഇന്നത്തെ ആഹാരം നിന്റെ അനിയനായിരിക്കും എന്നും പറഞ്ഞ് ജോണി ഫോൺ കട്ട് ചെയ്തു. അത് കേട്ട് ജോർജ് വിക്ടറിനെ ആ തറവാട് മുഴുവനും അന്വേഷിക്കുന്നു. ജോർജ് അന്വേഷിച്ച വിക്ടർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോണി പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞ ജോർജിന്റെ അനിയൻ ആരായിരിക്കും? അങ്ങനെ സീൻ കട്ടായി ജോണിയുടെ പട്ടിക്കൂട് കാണിക്കുന്നു. ആ പട്ടിക്കൂടിനകത്ത് ഇപ്പോഴുള്ളത് നമ്മുടെ ഈ സിനിമയിലെ നായകൻ മാർക്കോയാണ്. അങ്ങനെ സ്ലോ മോഷനിൽ നമ്മുടെ നായകൻ മാർക്കോയെ കാണിക്കുന്നു. മാർക്കോ അപ്പോൾ ആ കൂട്ടിലുണ്ടായിരുന്ന പട്ടിയുടെ വായും വലിച്ചു കീറി അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാരെല്ലാം നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ് എന്നും പറഞ്ഞ് വിരട്ടി അടിക്കുന്നു. അവിടെ നടന്ന ആ കാടിനിടയിൽ എന്തായാലും വില്ലന്മാർക്ക് ആവശ്യത്തിനുള്ളതെല്ലാം കിട്ടി. 4 കിലോ ഗോൾഡ് ചോദിച്ച ജോണിക്ക് മാർക്കോയുടെ കയ്യിൽ നിന്നും 400 കിലോയാണ് കിട്ടിയത്. അങ്ങനെ സീൻ കട്ടായി
കട്ടായി വീണ്ടും പ്രസന്റ് കാണിക്കുന്നു. വിക്ടറിന്റെ ശവസംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ നടക്കുകയായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ വിക്ടറിനെ കൊലപ്പെടുത്തിയ റസലും റസലിന്റെ അച്ഛൻ ടോണിയും പിന്നെ ഗോൾഡ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിലെ മെമ്പേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് മാർക്കോ പള്ളിയിലെത്തിയത്. അങ്ങനെ സ്ലോ മോഷനിൽ വന്ന മാർക്കോ പള്ളിയിലെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, എന്റെ വിക്ടറിനെ ഇല്ലാതാക്കിയ എല്ലാവരെയും ഞാൻ കൊല്ലും. അവരുടെ ചോര കൊണ്ട് തന്നെ ഞാൻ അവരെ കുളിപ്പിക്കും. അങ്ങനെ വിക്ടറിന്റെ കുറെ ഓർമ്മകളെല്ലാം കാണിച്ചതിന് ശേഷം സീൻ കട്ടായി ഗോൾഡ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിന്റെ മീറ്റിംഗ് കാണിക്കുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ടോണിയും ടോണിയുടെ മകൻ റസലും അവരുടെ കൂട്ടുകാരുമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആ സിൻഡിക്കേറ്റിന്റെ ഹെഡ് ജോർജ് ആയിരുന്നതിനാൽ തന്നെ എല്ലാവർക്കും ജോർജിനോട് ഒരു അസൂയയുണ്ടായിരുന്നു. ടോണി പറഞ്ഞു, നമ്മളെല്ലാവരും ഈ ബിസിനസ് തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പോഴുള്ള അവസ്ഥയിൽ ജോർജിനോട് ഇവിടെ ആർക്കും വൈരാഗ്യമൊന്നുമില്ല. അല്ലെങ്കിലും കണ്ണു കാണാത്ത ഒരു പാവം പയ്യനെ ആസിഡിൽ മുക്കി കൊല്ലാൻ മാത്രമുള്ള ക്രൂരത ഇവിടെ ആർക്കുമില്ല. ഇത് പുറത്തുനിന്നും ആരോ ചെയ്തതാണ്. നമ്മൾ ഉറപ്പായും ഇത് കണ്ടെത്തും. അതിന് ജോർജ്, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഇത് ചെയ്തവനെ ഞാൻ കണ്ടെത്തും എന്ന് പറഞ്ഞു. അതിന് ടോണി തന്റെ മകൻ റസലിനെ ജോർജിന് പരിചയപ്പെടുത്തുന്നു. ഇതാണ് എന്റെ മകൻ റസൽ. ഇവൻ അങ്ങ് അമേരിക്കയിലായിരുന്നു. ഇനി എന്റെ ബിസിനസ് എല്ലാം നോക്കാൻ പോകുന്നത് ഇവനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോ അവിടേക്ക് വരുന്നു. ടോണി പറഞ്ഞു, എന്റെ മകൻ റസലിന് ആദ്യത്തെ അസൈൻമെന്റ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അതായത് മാർക്കോയുടെ കൂടെ വിക്ടറിന്റെ മർഡർ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡായിട്ട് ഇവനും കൂടട്ടെ. അവൻ ഉറപ്പായും ഇത് ചെയ്തവരെ കണ്ടെത്തി കൊന്നുകളയും. അത് കേട്ട മാർക്കോ പറഞ്ഞു, കൊല്ലാൻ ആർക്കും പറ്റും. മരണത്തേക്കാൾ വലിയ ശിക്ഷ എന്താണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. എന്തായാലും ടോണിയുടെ ബുദ്ധി വിമാനം തന്നെ. എന്തെന്നാൽ വിക്ടറിനെ കൊന്ന റസലിനെ തന്നെ അതിന്റെ അന്വേഷണത്തിനും ഏൽപ്പിച്ചല്ലോ. എന്തിനെന്നാൽ അതാകുമ്പോൾ മാർക്കോയുടെ കൂടെ നിന്ന് തനിക്കെതിരെയുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കുകയും ചെയ്യാം, മാർക്കോയെ വഴി തിരിച്ചുവിടുകയും ചെയ്യാം. അങ്ങനെ പോലീസുകാരുടെ രീതിക്കും ജോർജ് ജോർജിന്റെ വഴിക്കും റസലും മാർക്കോയും എല്ലാം അവരുടെ രീതിക്കും അന്വേഷണം ആരംഭിച്ചു. റസലും കൂട്ടുകാരുമെല്ലാം മാർക്കോയുടെ കൂടെ ആയിരുന്നതിനാൽ തന്നെ മാർക്കോ കണ്ടെത്തുന്ന ഓരോ ലൂപ്പോളും അവർ മാർക്കോയ്ക്ക് മുമ്പേ പോയി ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ മാർക്കോയ്ക്ക് വിക്ടറിന്റെ കൊലപാതകത്തിൽ യാതൊരു ലീഡും കണ്ടെത്താനായില്ല. ജോർജ് ആണെങ്കിൽ കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ച് കൊന്നുകൊണ്ടുമിരുന്നു. ഓരോ വഴി അടയുമ്പോഴും മാർക്കോ ഓരോരോ പുതിയ വഴികൾ തുറന്നുകൊണ്ടിരുന്നു. എന്നാൽ റസലും കൂട്ടുകാരും ചേർന്ന് ആ വഴികളും അടച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ റസലും കൂട്ടുകാരും റസലിന്റെ അച്ഛൻ ടോണിയുടെ അടുത്തെത്തി ഇനി അടുത്തത് എന്താണെന്നുള്ള പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അവർ പറഞ്ഞു, നമ്മൾ ഇനിയും ഇത്രയും റിസ്ക് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എല്ലാത്തിനെയും ഒരുമിച്ചങ്ങ് കൊന്നു കളഞ്ഞേക്കാം. അതിന് ടോണിയും അവരെ കൊന്നെടുക്കുന്നത് കൊണ്ട് ഒരു ഷോർട്ട് ടേം ബെനിഫിറ്റ് നമുക്കുണ്ടാവുകയുള്ളൂ. അവരെ തകർക്കണമെങ്കിൽ അവർ കേരളത്തിൽ ഹോൾസെയിലായും റീറ്റെയിലായും നടത്തുന്ന മുഴുവൻ സ്വർണവും നമ്മുടെ കൈകളിൽ എത്തണം. അതിനായി ഞാനൊരു പ്ലാൻ പറയാം. നാളെ കേരളത്തിലേക്ക് ആകെ മൊത്തം 120 കിലോ സ്വർണം വരും. അത് 30 കിലോ വീതമുള്ള 4 ഷെയറുകളാണ്. ഒന്ന് അടാട്ട് ജോർജിന്റെ, അടുത്ത 30 ചാക്കുവിന്റെ, അതിന്റെ അടുത്തത് സൽമാൻ, പിന്നെ തൃശൂരിലെ നമ്പ്യാരുടെയും. അതിൽ 30 കിലോ സ്വർണം ദുബായിൽ നിന്ന് കയറുന്നതിന് മുമ്പ് നമ്മൾ ഒറ്റണം. കസ്റ്റംസിലെ ജോൺ സാറിന്റെ അടുത്ത് ദേവ് നീ വേണം വിളിച്ചു പറയാൻ 30 കിലോ സ്വർണം പിടിച്ചെടുക്കാൻ. ആ പിടിച്ചെടുത്ത 30 കിലോ സ്വർണം അടാട്ടുകാരുടെ ആണെന്ന് അവരോട് പറയണം. എന്നാൽ നമ്പ്യാരോട് പറയണം പിടിച്ചെടുത്ത 30 കിലോ സ്വർണം നമ്പ്യാരുടേതായിരുന്നെന്ന്. സൽമാനോടും ചാക്കുവിനോടും ഇത് തന്നെ പറയണം, പിടിച്ചെടുത്തത് നിങ്ങളുടെ സ്വർണമാണെന്ന്. ഇവരാരും പരസ്പരം കണക്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സേഫ് ആണ്. ഇതിൽ നമ്മുടെ ലാഭം എന്താണെന്നല്ലേ? കസ്റ്റംസിൽ പിടിച്ച 30 കിലോ ഒഴിച്ച് ബാക്കി 90 കിലോ നമുക്കുള്ളതാണ്. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും സിൻഡിക്കേറ്റിന്റെ മീറ്റിംഗ് കാണിക്കുന്നു. ജോർജ് പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും സ്വർണം ഒരുമിച്ച് പിടിച്ചെടുക്കണമെങ്കിൽ അത് ആരോ ഒറ്റിയതായിരിക്കണം. അതിന് ടോണി, ഇത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും ചെയ്തതായിരിക്കില്ല. എന്തെന്നാൽ ഇവിടെ എല്ലാവർക്കും ആവശ്യത്തിന് കച്ചവടമുണ്ട്. അതിന് ജോർജ്, മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരേ ഒരു സാധനമേ ഈ ലോകത്തുള്ളൂ, അത് പണമാണ്. ഇത് ആര് ചെയ്തുവെന്നും ആര് ചെയ്യിപ്പിച്ചുവെന്നും അറിയാൻ ജോർജിന് അധികം സമയമൊന്നും ആവശ്യമില്ല. ഇത് ചെയ്യിപ്പിച്ചത് നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ആണെങ്കിൽ അവൻ അടുത്ത സൂര്യോദയം കാണില്ല എന്നും പറഞ്ഞ് ജോർജ് അവിടെ നിന്നും പോകുന്നു. ആ സമയം ടോണി പറഞ്ഞിട്ട് ഈ ഗോൾഡ് ഒറ്റിയ ദേവ് ജോർജിന്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് ജോർജിന്റെ കൂടെ കാറിൽ കയറുന്നു. എന്നിട്ട് ജോർജിനോട് പറഞ്ഞു, കസ്റ്റംസ് ഓഫീസർ ജോൺ സാറിന്റെ അടുത്ത് ഗോൾഡ് പിടിപ്പിച്ചത് ഞാനാണ് അതൊറ്റിയത് എന്നും പറഞ്ഞ് തന്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് ദേവ് ജോർജിനെ തലങ്ങും വിലങ്ങും ഒരു 10-15 കുത്തുന്നു. അങ്ങനെ സീൻ കട്ടായി ആശുപത്രി കാണിക്കുന്നു. ജോർജിനെ കുത്തിയ ദേവ് എന്തായാലും ഒരേ സ്ഥലത്ത് തന്നെയാണ് ആ 15 കുത്തും കുത്തിയത്. എന്തെന്നാൽ ജോർജ് അപകടനില തരണം ചെയ്തിരുന്നു. അതിനി ജോർജിന്റെ നല്ല സമയമാണോ അതോ ദേവിന്റെ കെട്ട സമയമാണോ എന്നറിയില്ല. ടോണി മാർക്കോയുടെ അടുത്ത് ചെന്നിട്ട് ഇത് ചെയ്തത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ദേവാണ്, അവനാണ് നമ്മുടെ ഗോൾഡും ഒറ്റിയത്. ജോർജ് അത് കണ്ടുപിടിച്ചു, അതിനാലാണ് ദേവ് ജോർജിനെ കുത്തിയത് എന്നും പറഞ്ഞ്
പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. നോക്കിയാൽ അതാ ടോണിയുടെ വണ്ടിക്കകത്ത് ജോർജിനെ കുത്തിയ ദേവ് ഇരിക്കുന്നു. ടോണി ദേവിന്റെ മൂക്കാമ്പട്ട നോക്കി ഒരു 4-5 ഇടി കൊടുത്തിട്ട് ദേവിനോട് പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ പണിയേറ്റത്? ആ ജോർജ് അവിടെ പയർ പോലെ ഇരിക്കുന്നുണ്ട്, അതിനാൽ നീ ഇനി കുറച്ചു ദിവസം അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി CI ഇബ്രാഹിമിനെ കാണിക്കുന്നു. ഇബ്രാഹിമിനെ കാണുന്നതിനായി രാജ് എന്നൊരു യൂട്യൂബർ വന്നിട്ടുണ്ടായിരുന്നു. രാജ് CIയോട് പറഞ്ഞു, ആ JCG ഫാക്ടറിയിൽ നിയമപരമല്ലാത്ത ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടാണ് ഞാൻ എന്റെ കാറിൽ ക്യാമറ സെറ്റ് ചെയ്ത് അവിടെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ടിട്ടത്. ഇതുപോലെ ഒളിക്യാമറ വെച്ച് ഞാൻ നടത്തിയ ഓപ്പറേഷൻസ് എല്ലാം എന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് തിരികെ പോയി ക്യാമറയിലുള്ള വിഷ്വൽസ് ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് എന്നും പറഞ്ഞ് വസീമിനെ റസലും കൂട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തുന്നതിന്റെ നല്ല ഫുൾ HD+ വിഷ്വൽസ് രാജ് CIയെ കാണിക്കുന്നു. അങ്ങനെ CI ആ തെളിവുകളെല്ലാം തന്റെ മേലുദ്യോഗസ്ഥന്റെ അടുത്ത് പോയി സബ്മിറ്റ് ചെയ്യുന്നു. ഒപ്പം വിക്ടറിനെ കൊലപ്പെടുത്തിയതും ഈ റസൽ തന്നെ ആയിരിക്കാമെന്നും പറയുന്നു. അതിന് മേലുദ്യോഗസ്ഥൻ ആ ഫയൽ അവിടെ വെച്ചേക്കൂ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് പറയാം എന്നും പറഞ്ഞ് CI ഇബ്രാഹിമിനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. സത്യങ്ങളെല്ലാം അറിഞ്ഞ CI ഇബ്രാഹിമിനെയും അതെല്ലാം കണ്ടുപിടിച്ച യൂട്യൂബർ രാജിനെയും റസലും കൂട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തി. ഇനി ഇതെല്ലാം എങ്ങനെ മാർക്കോയും ജോർജും അറിയുമെന്നായിരിക്കും. അവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റ്. എന്താണെന്നല്ലേ, CI ഇബ്രാഹിം കൊല്ലപ്പെടുന്നതിന് മുമ്പ് അഡാട്ട് കുടുംബത്തിന്റെ ഫാമിലി ഡോക്ടറിനെ കണ്ട് യൂട്യൂബർ രാജ് തന്ന തെളിവിന്റെ എല്ലാം ഡീറ്റെയിൽസിന്റെ കോപ്പി അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് ഈ കാര്യത്തിൽ എനിക്ക് കൂടെയുള്ള ഓഫീസേഴ്സിനെ ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, അതിനാലാണ് ഇത് ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലുള്ളതെല്ലാം ഡോക്ടർ ജോർജിനെ കാണിക്കണം എന്നും പറഞ്ഞ് രാജ് CIക്ക് കൊടുത്ത എല്ലാ തെളിവുകളുടെയും കോപ്പി CI ഇബ്രാഹിം അഡാട്ട് ഫാമിലി ഡോക്ടറിനെ ഏൽപ്പിക്കുന്നു. അതെല്ലാം ഡോക്ടർ ജോർജിനെയും കാണിക്കുന്നു. അങ്ങനെ ജോർജ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. അതായത് ടോണിയുടെ മകൻ റസലാണ് വാഹിമിനെയും തന്റെ അനിയൻ വിക്ടറിനെയും കൊന്നതെന്ന സത്യം. അതറിഞ്ഞ ജോർജ് ഉടൻ തന്നെ മാർക്കോയെ ഫോൺ ചെയ്തിട്ട്, മാർക്കോ, നമ്മുടെ വിക്ടറിനെ ഇല്ലാതാക്കിയത് റസലും കൂട്ടുകാരുമാണ്, നമ്മളെ ഇത്രയും നാളും അവർ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം മാർക്കോയുടെ അടുത്തിരുന്ന് റസലും കൂട്ടുകാരും കേൾക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ റസലും കൂട്ടുകാരും ചേർന്ന് മാർക്കോയെ അടിച്ച് മാർക്കോയുടെ കയ്യും കാലുമെല്ലാം കൂട്ടി കെട്ടിവെക്കുന്നു. കയ്യും കാലും കെട്ടിയ മാർക്കോയെ ഒരു കുഴി കുത്തി മൂടാനുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ കുഴിയെല്ലാം കുത്തിയതിനു ശേഷം മാർക്കോയെ അതിലേക്ക് ഇടാനായി വരുമ്പോൾ മാർക്കോ തന്റെ അംഗം തുടങ്ങിയത്. കയ്യും കാലും കെട്ടിവെച്ചിരുന്നിട്ടും മാർക്കോ അവിടെ ഉണ്ടായിരുന്ന 10-30 പേരെയും അഴിച്ചു വീഴ്ത്തി. എന്തായാലും പാവപ്പെട്ട വില്ലന്മാരായതുകൊണ്ട് മാർക്കോ രക്ഷപ്പെട്ടു. എന്തെന്നാൽ ആ വില്ലന്മാരുടെ ഒറ്റയൊരുത്തരുടെയും കയ്യിൽ ഒരു തോക്ക് പോലും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം വിറകുവെട്ടുകാരായിരുന്നെന്ന് തോന്നുന്നു. എന്തെന്നാൽ എല്ലാവരുടെയും കയ്യിൽ കമ്പും കോലും കോടാലിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വില്ലന്മാരെ എല്ലാം അടിച്ചു വീഴ്ത്തിയതിനു ശേഷം മാർക്കോ റസലിനെ കൊല്ലാൻ വരുമ്പോഴാണ് റസൽ മാർക്കോയോട് പറഞ്ഞത്, മാർക്കോ, വിക്ടറിന്റെ ജീവൻ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതായത് വിക്ടറിന്റെ ഗേൾഫ്രണ്ട് ഇഷ പ്രഗ്നന്റ് ആയിരുന്നു. എന്നാൽ ഇഷ ഉള്ളതോ റസലിന്റെ അച്ഛൻ ടോണിയുടെ കയ്യിലും. ആ സമയം ടോണിയിൽ നിന്നും ഒരു കോൾ മാർക്കോയ്ക്ക് വരുന്നു. ടോണി മാർക്കോയോട് പറഞ്ഞു, ഹായ് മാർക്കോ, എന്റെ മകൻ റസലിന്റെ ജീവനും നിന്റെ അനിയൻ വിക്ടറിന്റെ ജീവനും ഇപ്പോൾ നിന്റെ കയ്യിലാണ്. നിനക്ക് നിന്റെ അനിയനെയോ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അവന്റെ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാൻ നോക്ക്. എന്റെ മകൻ റസലിന്റെ മേൽ ഒരു പോറൽ പോലും ഏൽക്കാതെ എന്റെ അടുത്തെത്തിയാൽ നിന്റെ അനിയൻ വിക്ടറിന്റെ ഗേൾഫ്രണ്ടും അവന്റെ ചോരയും നിന്റെ അടുത്ത് സേഫ് ആയിട്ട് എത്തും എന്നും പറഞ്ഞ് ടോണി ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ റസലിനെ ടോണിയുടെ അടുത്തേക്ക് അയച്ചെങ്കിലും വിക്ടറിന്റെ കാമുകി ഇഷയെ അവർ വിട്ടുകൊടുത്തിരുന്നില്ല. പകരം അവരൊരു പുതിയ ഡീൽ ഉണ്ടാക്കി. അതായത് അഡാട്ടു ഫാമിലിയുടെ സ്വത്തുക്കൾ മുഴുവനും തന്നാൽ ഇഷയെ അവർക്ക് വിട്ടുകൊടുക്കാമെന്ന്. അതറിഞ്ഞ ജോർജ് മാർക്കോയോട് പറഞ്ഞു, മാർക്കോ, എന്തു വില കൊടുത്തും ഇഷയെ നമുക്ക് രക്ഷിക്കണം. അവളുടെ വയറ്റിലുള്ളത് ഇവിടുത്തെ കുഞ്ഞാണ്. അതിനു പകരമായി അവർ ചോദിക്കുന്നത് എന്തും സ്വർണമോ സ്വത്തോ അങ്ങനെ എന്തു തന്നെയാണെങ്കിലും നമുക്കത് കൊടുക്കാം. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ മാർക്കോ തന്റെ ഇച്ഛായൻ ജോർജിനെ കുത്തി ആശുപത്രിയിലാക്കിയ ദേവിനെ ഇടിച്ചു ചതച്ച് ഇഞ്ചപരുവമാക്കി ഒരു കണ്ടെയ്നറിന്റെ അകത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് പറഞ്ഞു, കോൺഫിഡൻസ് കൂടി നീ എന്റെ ഇച്ഛായന്റെ മേൽ കൈവച്ചപ്പോഴേ നിന്നെ ഞാൻ നോക്കി വെച്ചതാണ്. എനിക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇഷ എവിടെയാണ് എന്നും ചോദിച്ച് ഒരു ഫോൺ എടുത്ത് ദേവിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന കുറെ പൈപ്പ് കണക്ഷൻസ് എല്ലാം ഓൺ ചെയ്യുന്നു. എന്നിട്ട് നിനക്ക് ഇനി 1 മണിക്കൂർ സമയമേ ഉള്ളൂ. അതിനു മുൻപ് എന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തന്നില്ല എങ്കിൽ ഇതിനകത്ത് കിടന്ന് നീ ശ്വാസം മുട്ടി മരിക്കും എന്നും പറഞ്ഞ് ആ കണ്ടെയ്നർ ലോക്ക് ചെയ്ത് മാർക്കോ അവിടെ നിന്നും പോകുന്നു.
പോകുന്നു. ആ കണ്ടെയ്നറിന്റെ അകത്ത് കിടന്നിരുന്ന ദേവിന് വേറെ വഴിയില്ലാതെ മാർക്കോയെ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇഷ ഇപ്പോഴുള്ളത് ടോണിച്ചായന്റെ കൊച്ചിയിലുള്ള ഗസ്റ്റ് ഹൗസിലാണ്. ഇഷയുള്ള സ്ഥലം ഞാൻ പറഞ്ഞു തന്നല്ലോ, ഇനി എന്നെ ഇവിടെ നിന്നും തുറന്നുവിട് എന്നും പറഞ്ഞ് കാറുന്നു. ആ സമയം ജയ് ഉണ്ടായിരുന്ന ആ കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുന്നതായി കാണിക്കുന്നു. ഒപ്പം ജയ്യുടെ കയ്യും കാലുമെല്ലാം അതിനകത്തു നിന്നും തെറിച്ചു വരുന്നതായും കാണിക്കുന്നു. അങ്ങനെ ദേവ് പറഞ്ഞതനുസരിച്ച് മാർക്കോ നേരെ പോയത് ടോണിയുടെ ആ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ആ ഗസ്റ്റ് ഹൗസ് ഹൗസ്ഫുൾ ആണെന്നുള്ള കാര്യം മാർക്കോ അറിഞ്ഞത്. അതായത് മാർക്കോയെ കാത്ത് അവിടെ ഒരു 100-150 ഗുണ്ടകൾ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ മാർക്കോ ആളൊരു നിസ്സാരക്കാരനായിരുന്നില്ല. മാർക്കോ അവിടെ ഉണ്ടായിരുന്ന ആ 150 പേരെയും ഒറ്റയ്ക്ക് ഇടിച്ചു വീഴ്ത്തി, വെട്ടി നിരത്തി മുകളിലുള്ള നിലയിലെത്തി. അപ്പോഴാണ് അറിയുന്നത് അവിടെ ഇഷ ഇല്ലെന്നുള്ള കാര്യം. പകരം അവിടെ ഉണ്ടായിരുന്നത് റസലിന്റെ അച്ഛൻ ടോണി ആയിരുന്നു. ടോണി മാർക്കോയോട് പറഞ്ഞു, ഗുഡ് ജോബ് മാർക്കോ, ദേവിനെ തീർത്തിട്ട് നീ ഇവിടെ വരെ വന്നത് ഞാൻ വരച്ച വരയിലൂടെ തന്നെയാണ്. ഇതെല്ലാം എന്റെ പ്ലാൻ തന്നെയായിരുന്നു. എന്നാൽ ഇനിയും നീ അതിബുദ്ധി കാണിക്കാനാണ് ഭാവമെങ്കിൽ എന്റെ കയ്യിലുള്ളത് നിന്റെ കുടുംബത്തിലെ 2 ജീവനുകളാണ്. എന്നെ കൊണ്ട് നീ അത് ചെയ്യിപ്പിക്കരുത്. ഞാൻ ചോദിച്ച അഡാട്ട് ഫാമിലിയുടെ സ്വത്തുക്കളെല്ലാമായി നീ നേരെ റസലിന്റെ അടുത്തേക്ക് ചെന്നാൽ മതി. അവന്റെ അടുത്താണ് ഇഷയുള്ളത് എന്നും പറഞ്ഞ് റസലുള്ള സ്ഥലം ടോണി മാർക്കോയോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരു പെട്ടിയുമായി മാർക്കോ റസലിന്റെ അടുത്തെത്തി. എന്നിട്ട് ആ പെട്ടി കൊണ്ടുപോയി റസലിന്റെ കയ്യിൽ കൊടുക്കുന്നു. ആ പെട്ടി കണ്ട റസൽ സന്തോഷത്തോടെ അത് വാങ്ങി തുറന്നു നോക്കുമ്പോഴാണ് ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് തന്റെ അച്ഛൻ ടോണിയുടെ കൈയായിരുന്നു എന്നുള്ള കാര്യം. നമ്മുടെ മാർക്കോ ടോണിയുടെ കൈ വെട്ടി പൊതിഞ്ഞു കെട്ടി റസലിന് കൊണ്ട് കാഴ്ചവെച്ചിരിക്കുന്നു. അത് കണ്ട് കലിപ്പായ റസലിനോട് മാർക്കോ പറഞ്ഞു, നീ ഇവിടെ കിടന്ന് പറിച്ചാൽ നിന്റെ അച്ഛന് തന്നെയാണ് ആപത്ത്. നിന്റെ അച്ഛന്റെ കൈ വെട്ടിയിട്ട് അധിക നേരമായിട്ടില്ല. നീ വേഗം നിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അത് വീണ്ടും തുന്നിച്ചേർക്കാൻ കഴിയും. ഇഷ സേഫ് ആയിട്ട് എന്റെ വണ്ടിയിൽ വന്ന് കയറുമ്പോൾ നിന്റെ അച്ഛനുള്ള ലൊക്കേഷൻ ഞാൻ നിനക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ ഇഷ സേഫായി മാർക്കോയുടെ അടുത്തെത്തി. മാർക്കോ പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു. അതായത് ടോണിയുള്ള ലൊക്കേഷൻ മാർക്കോ റസലിന് ഷെയർ ചെയ്തു. അങ്ങനെ റസൽ അച്ഛൻ ടോണിയുള്ള സ്ഥലത്തെത്തി നോക്കുമ്പോഴാണ് അറിയുന്നത് മാർക്കോ അച്ഛനെ ഒരു ഊരാ കുടിക്കിനകത്ത് ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന്. അതായത് ടോണിയെ അവിടെ നിന്നും ഒന്ന് അനത്താൻ പോലും കഴിയാത്ത വിധം മാർക്കോ ചുറ്റിലും ഓരോരോ കെണികൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ടോണിയെ റസൽ അവിടെ നിന്നും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അവിടെ ഉണ്ടായിരുന്ന ടൈമർ ബോംബ് പൊട്ടി ടോണി മരിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി റസൽ ടോണിയുടെ വളർത്തുമകനായ സൈറസിനെ, അതായത് റസലിന്റെ ചേട്ടനെ കാണുന്നതിനായി വരുന്നതായി കാണിക്കുന്നു. സൈറസ് ആളൊരു ഇറച്ചുവെട്ടുകാരനായിരുന്നു. അങ്ങനെ റസൽ സൈറസിന്റെ അടുത്ത് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം സൈറസിനോട് പറയുന്നു. എല്ലാം കേട്ടുകഴിഞ്ഞ സൈറസ് മാർക്കോയുടെ കുടുംബത്തിന്റെ സെൻസസ് എടുത്ത് വേട്ടയ്ക്ക് ഇറങ്ങി. അങ്ങനെ സീൻ കട്ടായി അഡാട്ട് ഫാമിലി കാണിക്കുന്നു. അവിടെ ജോർജിനും മാർക്കോയ്ക്കുമെല്ലാം എന്തോ ഒരു വലിയ പണി വരാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നു. അതിനാൽ തന്നെ ആ കുടുംബത്തിലുള്ള ആരും പുറത്തെവിടെയും പോയിരുന്നില്ല. അപ്പോഴാണ് വിക്ടറിന്റെ ഗേൾഫ്രണ്ട് ഇഷയ്ക്ക് പ്രസവ വേദന വരാൻ തുടങ്ങിയത്. അതറിഞ്ഞ ജോർജിന്റെ ഭാര്യ സെലീന ജോർജിന്റെ അടുത്ത് വന്നിട്ട് ഇഷയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അതിന് ജോർജ്, ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ചെയ്യാം, റിസ്ക് എടുത്ത് പുറത്തിറങ്ങുന്നത് അപകടമാണ്. അങ്ങനെ ഇഷയെ നോക്കാനുള്ള ഡോക്ടറും നേഴ്സും എല്ലാം അവിടെ എത്തി ഇഷയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ വീട്ടിലെ പവർ കട്ടാകുന്നത്. പവർ കട്ടായത് എന്തുകൊണ്ടാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അതെ, സൈറസും റസലും തങ്ങളുടെ പരിപാടി ആരംഭിച്ചിരുന്നു. ഒരു 100-150 പേർ തോക്കും കട്ടപ്പാരയും ഒക്കെയായി ആ വീടിനകത്തേക്ക് കയറുന്നു. എന്നാൽ നമ്മുടെ ജോർജും മാർക്കോയും ചേർന്ന് അവരെ എല്ലാവരെയും വെട്ടി നിരത്തുന്നു. കുറെ നേരത്തെ അടിക്കും ഇടിക്കും വെടിവെപ്പിനുമെല്ലാം ഒടുവിൽ സൈറസിന്റെ റസലിന്റെ മുമ്പിൽ ജോർജിനും മാർക്കോയ്ക്കും കീഴടങ്ങേണ്ടി വരുന്നു. അങ്ങനെ സൈറസും റസലും ചേർന്ന് ജോർജിനെയും മാർക്കോയും സാക്ഷികളാക്കി ആ കുടുംബത്തിലുണ്ടായിരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം എല്ലാവരെയും വളരെ മൃഗീയമായ രീതിയിൽ കൊലപ്പെടുത്തുന്നു. അതെല്ലാം കണ്ട് ഒന്നും ചെയ്യാനാകാതെ മാർക്കോയും ജോർജും നിസ്സഹായരായി സൈറസിന്റെയും സംഘത്തിന്റെയും മുമ്പിൽ ഇരിക്കുന്നു. അങ്ങനെ ആ കുടുംബത്തിലുണ്ടായിരുന്ന ജോർജിനെയും മാർക്കോയെയും ഒഴികെ കുഞ്ഞു കുട്ടികളെ അടക്കം ബാക്കിയുള്ള എല്ലാവരെയും മൃഗീയമായ രീതിയിൽ കൊന്നൊടുക്കിയതിനു ശേഷം സൈറസ് മാർക്കോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൊല്ലാൻ വളരെയധികം എളുപ്പമാണ് മാർക്കോ, എന്നാൽ നിന്നെ ഞാൻ കൊല്ലില്ല. എന്തെന്നാൽ ഈ വേദന നീ അനുഭവിക്കണം എന്നും പറഞ്ഞ് അപ്പോൾ ജനിച്ച വിക്ടറിന്റെ ആ കുഞ്ഞിനെയും എടുത്ത് സൈറസും റസലും അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സൈറസും റസലുമെല്ലാം അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ജോർജ് മാർക്കോയോട് പറഞ്ഞു, നിന്റെ ഓരോ ശ്വാസത്തിലും നീ അവരെ ഓർക്കണം, നിന്റെ വഴികളിലെല്ലാം നീ അവരെ തിരയണം. മരിച്ചു ഞാനും എന്റെ മക്കളുടെ അടുത്തെത്തുമ്പോൾ എനിക്ക് അവരോട് പറയണം, കണക്കുകളെല്ലാം മാർക്കോ തീർത്തിട്ടുണ്ടെന്ന്. അത് കേട്ടതും അത്രയും നേരം ഒന്നനങ്ങാൻ പോലും കഴിയാതിരുന്ന നമ്മുടെ മാർക്കോ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് തന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം സ്വന്തമായി സ്റ്റിച്ച് ചെയ്തതിനു ശേഷം മുടിയും താടിയും എല്ലാം ട്രിം ചെയ്ത് കുളിച്ചു കുട്ടപ്പനായി കോട്ടും സ്യൂട്ടും എല്ലാം എടുത്തിട്ട് കണ്ണാടിയും വെച്ച് സെന്റും അടിച്ചതിനു ശേഷം തന്റെ വണ്ടിയും എടുത്ത് വില്ലന്മാരുടെ കൊള്ള സങ്കേതത്തിലേക്ക് പോകുന്നു. ചെന്ന് നോക്കുമ്പോഴതാ അവിടെ 100-400 പേരുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. മാർക്കോയാണെങ്കിൽ ഫയർ മോഡിലായിരുന്നു. അതിനാൽ തന്നെ അവിടേക്ക് വന്നതും ഫയറിലായിരുന്നു. അതായത് ഷൂസിലും പാന്റിലും കോട്ടിലുമെല്ലാം തീയും കത്തിച്ച്. എന്തായാലും വില്ലന്മാരെല്ലാം മാന്യന്മാരായിരുന്നു. എന്താണെന്നല്ലേ, ഒറ്റയൊരുത്തരും അവിടെ ഉണ്ടായിരുന്ന തോക്കെടുക്കാതെ അവിടെ കിടന്നിരുന്ന കത്തിയും വടിവാളും ഒക്കെ ആയിട്ടാണ് മാർക്കോയെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. നമ്മുടെ മാർക്കോ എന്താണ് ചെയ്തതെന്നല്ലേ, അവിടെ കിടന്നിരുന്ന വില്ലന്മാരുടെ തന്നെ തോക്കെടുത്ത് വില്ലന്മാരെ എല്ലാം വെടിവെച്ച് വീഴ്ത്തുന്നു. സൈറസും റസലും മാർക്കോയുടെ ഫാമിലിയെ എങ്ങനെ മൃഗീയമായിട്ട് കൊന്നു, അതിലും കൊടൂരമായിട്ടാണ് മാർക്കോ ഇവിടെ വില്ലന്മാരെ എല്ലാം അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്നത്. അവിടെ 100-400 പേരുണ്ടായിട്ടും മാർക്കോയുടെ ദേഹത്തു നിന്നല്ല, മാർക്കോ ഇട്ടിരുന്ന കോട്ടിന് പോലും ഒരു പോറലേൽപ്പിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ മാർക്കോ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ആ 100-400 വില്ലന്മാരെ എല്ലാം അടിച്ചു വീഴ്ത്തി സൈറസിനെയും റസലിനെയും കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന വിക്ടറിന്റെ കുഞ്ഞിനെയും എടുത്ത് മ്യൂസിക്കും എല്ലാം ഇട്ട് സ്ലോ മോഷനിൽ അവിടെ നിന്നും വരുന്നതായി കാണിക്കുന്നു. അതോടെ ഈ സിനിമയും അവസാനിച്ചു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.